ഇന്നലെ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി ഇസ്ലാമാബാദിലെത്തിയ ഇറാന്റെ സംഘം വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുടെ നേതൃത്വത്തിൽ വന്നിട്ട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെയും ആർമി ചീഫിനെയും കണ്ട് സംസാരിച്ചിട്ട് ഇന്നോ നാളെയോ അമേരിക്കയുടെ സംഘം എത്തുമെന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കവേ അവരെ കാണേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വൈകുന്നേരം ഫ്ലൈറ്റിൽ കയറി തിരികെ ഇറാനിലേക്ക് പോയി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേ തുടർന്ന് ഇറാൻ സംഘം തിരിച്ചു പോയെങ്കിൽ ഇനിയിപ്പോൾ വിറ്റ്കോഫിനെയും കുഷ്ണറെയും അയക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് അല്പം മുമ്പ് പ്രസ്താവന പുറപ്പെടുവിച്ചതാണ് ഈ വിഷയത്തിൽ നമ്മൾ അറിയുന്ന ഒടുവിലത്തെ റിപ്പോർട്ട്. ആദ്യം തന്നെ ഇറാൻ സംഘം പറഞ്ഞിരുന്നു, നേർക്കുനേർ അല്ലെങ്കിൽ മുഖാമുഖം ഇരുന്നു കൊണ്ടൊരു ചർച്ച ഇനി വേണ്ട, ഞങ്ങൾക്ക് പറയാനുള്ളത് പാകിസ്ഥാനോടും മധ്യസ്ഥരോടും പറയും, നിങ്ങൾ അമേരിക്കൻ സംഘത്തെ കാര്യങ്ങൾ അറിയിച്ചാൽ മതി. അതേസമയം ട്രംപ് പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് ഇറാൻ്റെ പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ എന്തൊക്കെ വ്യവസ്ഥകളാണ് ഇറാൻ വെക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞ പ്രപ്പോസലിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഏതായാലും പ്രപ്പോസൽ നേരിട്ട് കൊടുത്തിട്ടില്ല, ഇസ്ലാമാബാദിൽ കൊടുത്തിട്ട് ഇറാൻ സംഘം പോയിരിക്കുന്ന സാഹചര്യത്തിൽ ചർച്ച നടക്കാൻ വേണ്ടി വരാനിരിക്കുന്ന അമേരിക്കൻ സംഘം വരുന്നില്ല എന്ന അറിയിപ്പും കൂടി വരുമ്പോൾ ഇനി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഇന്ന് രാത്രിയും നാളെയുമായിട്ട് നമുക്കറിയാവുന്നൊരു വിഷയമായി, നമ്മൾ കണ്ടുപിടിക്കേണ്ട വിഷയമായി, ലോകം കാത്തിരിക്കുന്ന കാര്യമായി മാറുകയാണ്. ഇതിനിടയിൽ ഈ മധ്യസ്ഥ സംഭാഷണങ്ങളിൽ പാകിസ്ഥാൻ മാത്രമല്ല, ഒമാനുണ്ടെന്ന് നമുക്കറിയാം, തുർക്കി ഇടപെടുന്നു എന്നറിയാം, റഷ്യ ഒളിഞ്ഞും തെളിഞ്ഞും ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ലോകം അറിയുകയാണ്. തുർക്കി പറഞ്ഞിരിക്കുന്നത് ഏതായാലും സമാധാനത്തിൻ്റെ രൂപത്തിൽ ശുഭപര്യവസാനം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഇടപെടുക തന്നെ ചെയ്യും, സമാധാനം ഉണ്ടാക്കിയിരിക്കും എന്ന അർത്ഥത്തിലൊക്കെ സംസാരിച്ചതായി ഇപ്പോൾ വിവരം പുറത്തു വരുന്നുണ്ട്. ഹോർമോസ് തുറക്കുന്നതും അടയ്ക്കുന്നതും പിന്നെ ന്യൂക്ലിയർ വെപ്പണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ തട്ടിത്തടഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ചില മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അവിടെ കൂടി കടന്നു പോകാൻ സാധ്യതയുള്ള കപ്പലുകളുടെ ട്രാക്കിങ്ങുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് വരുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, പഴയതുപോലെ കപ്പൽ കടന്നു പോകുന്നില്ല, പക്ഷേ അത്യാവശ്യം ചില കപ്പലുകളൊക്കെ കടന്നു പോകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഒരു ഭാഗത്ത് അമേരിക്കയുടെ ബ്ലോക്കേഡ് ഉപരോധം അങ്ങനെ തുടർന്നുകൊണ്ട് കടലിൽ വലിയ കപ്പൽ വ്യൂഹം നിൽക്കുന്നു. ഒറ്റ കപ്പലും അങ്ങനെ ഇറാൻ്റെ ഭാഗത്തേക്ക് കയറി ഒരു സാധനവും എടുത്തുകൊണ്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട്, മറുഭാഗത്ത് ഗൾഫ് മേഖലയിൽ നിന്ന് ഒരു കപ്പലും ഹോർമൂസ് കടന്നിട്ട് അറബിക്കടലിലേക്കോ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കോ ആ മേഖലയിൽ ഒന്നും തന്നെ പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് ഹോർമൂസ് അടച്ചിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചില ആളുകൾ ചോദിക്കും തമാശയായിട്ട്, അപ്പോൾ അമേരിക്കയും ഇറാനും ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണോ? രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെ ആരും പോകേണ്ടതില്ല എന്നാണോ? അപ്പോൾ എന്തിനായിരുന്നു യുദ്ധം? യുദ്ധത്തിൻ്റെ ഗതിവിഗതികളിൽ പിന്നെ എന്തിനായിരുന്നു ഹോർമൂസ് തുറന്നു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത്? ഹോർമൂസ് തുറക്കില്ല എന്നും പിന്നെ അടഞ്ഞു തന്നെ കിടക്കട്ടെ എന്നും പറഞ്ഞത് എന്തിനായിരുന്നു? ഇങ്ങനെ രണ്ട് കൂട്ടരെക്കുറിച്ചുമുള്ള സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ആളുകൾ പറയുകയാണ്. അമേരിക്കൻ സംഘത്തെ കാണേണ്ടതില്ല, നേരിട്ട് സംസാരിക്കേണ്ടതില്ല എന്ന് വാശി പിടിച്ചത് ഇറാൻ സംഘമാണ്, പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയാണ് എന്ന റിപ്പോർട്ടാണ് പിന്നീട് വരുന്നത്. പറയേണ്ടതെല്ലാം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് രാജ്യം വിട്ടുപോകുന്നതെന്നും അബ്ബാസ് അറക്ചി പറഞ്ഞതായി ഈ റിപ്പോർട്ടിലുണ്ട്. കൂട്ടത്തിൽ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ഇന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ്. എല്ലാ ആളുകളും ഇറാനിൽ ഇലക്ട്രിസിറ്റി വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ, ഊർജം പരമാവധി നമ്മൾ സേവ് ചെയ്യണം, അത് ഇപ്പോൾ ദൗർലഭ്യമില്ല, ഇഷ്ടം പോലെ ഇലക്ട്രിസിറ്റി ഇപ്പോൾ ഉണ്ട്, പക്ഷേ ഭാവിയിൽ വരാതിരിക്കാനുള്ള, പ്രശ്നമുണ്ടാവാതിരിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, അങ്ങനെ ഒരു ഊർജ ദൗർലഭ്യമുണ്ടായാൽ അത് ജനങ്ങൾക്കിടയിൽ വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞ് അമേരിക്ക ചില കുത്തിത്തിരിപ്പുകളൊക്കെ നടത്തി ആശയഭിന്നത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കണമെന്ന് പറയുന്നതെന്നും മസൂദ് പെസസ്കിയാൻ അറിയിച്ചിരിക്കുകയാണ്. വളരെ സജീവമായൊരു പ്രസ്താവനയുമായി അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ഇന്ന് രംഗത്ത് വന്നത് ഇങ്ങനെയാണ്. തങ്ങളുടെ സഖ്യകക്ഷികൾ, യൂറോപ്പ്, നാറ്റോ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാതെ വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് എന്താണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹകരിക്കണം, ആസ്വദിച്ചിരിക്കാനല്ല ഇപ്പോൾ സമയം എന്ന് പറഞ്ഞൊരു മുന്നറിയിപ്പ് ഈ രാജ്യങ്ങൾക്ക്, സഖ്യകക്ഷികൾക്ക് കൊടുത്തിരിക്കുകയാണ്.
പറഞ്ഞ വാചകം ഹോർമുസ് വിഷയത്തിൽ നാറ്റോയും യൂറോപ്പും ഒക്കെ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ്. ഇനി പ്രശ്നം രൂക്ഷമാകാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടി മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇസ്രയേലും ലബനോനും തമ്മിലുള്ള വെടിനിർത്തൽ നീട്ടിക്കൊണ്ട് ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷവും ഇന്നും ഈ ഏപ്രിൽ 25 ശനിയാഴ്ചയും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ലബനോനിലേക്ക്, പ്രത്യേകിച്ച് ദക്ഷിണ ലബനോൻ ഭാഗത്തേക്ക് ശക്തമായ ആക്രമണം ഉണ്ടായി എന്നാണ് പറയുന്നത്. 4 പേർ കൊല്ലപ്പെട്ട വാർത്തയും ഇന്ന് പുറത്തു വരികയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിച്ച സമയങ്ങളിൽ ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങളെയൊക്കെ ആക്രമിച്ചിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ അന്ന് ധാരാളം വന്നിരുന്നതാണ്. അങ്ങനെ സ്വാഭാവികമായും ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഇറാനുള്ള ഒരു വലിയ ബന്ധം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഹജ്ജ് വരികയാണ്. ആ സമയത്ത് ഇറാനിൽ നിന്നുള്ള ഹജ്ജ് സംഘം സൗദി അറേബ്യയിലെത്തി എന്നുള്ള വാർത്ത വലിയ പ്രാധാന്യത്തിൽ റിപ്പോർട്ടായി വരികയാണ്. UAE കഴിയുന്നവർക്ക് സ്വദേശികളാണെങ്കിലും പ്രവാസികളാണെങ്കിലും ആത്മവിശ്വാസം കൊടുക്കുന്ന വിധത്തിൽ ഭരണാധികാരികൾ പെരുമാറുകയും ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റുകളും എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റുകളുമൊക്കെ ബിസിനസ് രംഗത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇടപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന അന്തരീക്ഷം നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. ഒരു ഗവൺമെൻറ് ജനങ്ങളുടെ കൂടെയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് UAEയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറ്റ്ലാന്റിസ് ദിപ്പാം ഹോട്ടലിൽ സന്ദർശനം നടത്തുകയും അവിടെ സ്റ്റാഫുമായിട്ടും അവിടെ ഇരുന്ന ടൂറിസ്റ്റുകളോടും അവിടെ വന്നിരിക്കുന്ന മറ്റുള്ള ആളുകളോടും ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്ന റിപ്പോർട്ട് ചിത്രം സഹിതം പുറത്തു വരുന്നത് ആളുകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യമായി മാറിയിരിക്കുകയാണ്. വലിയ വാർത്താ പ്രാധാന്യം ഇതിന് കിട്ടിയിരിക്കുകയാണ്. ഏതായാലും ശുഭകരമായ രീതിയിൽ അമേരിക്ക ഇറാൻ ചർച്ച മധ്യസ്ഥന്മാർ വഴി നടക്കുകയും ഉദ്ദേശിക്കുന്ന രൂപത്തിലൊരു സമാധാന പരിപാലന പരിപാടി ഉണ്ടാവുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ലോകം മുന്നോട്ട് നീങ്ങുന്നത്. ഇതിനിടയിൽ അസ്ഥിരമായിരിക്കുന്ന എണ്ണയുടെ വില ഓരോ പ്രസ്താവനയ്ക്കനുസരിച്ചും ഓരോ ആക്ഷൻ അനുസരിച്ചും ഓരോ മിനിറ്റിലും കയറിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു എന്ന കാര്യം ആരും മറച്ചു വച്ചിട്ട് കാര്യമില്ല. ഒരു യുദ്ധം അവശേഷിപ്പിക്കുന്ന യാതനകളിലൂടെ മനുഷ്യ സമൂഹം എല്ലായിടത്തും കടന്നു പോവുകയാണ്. ഇന്നലെ ഞങ്ങൾ പറഞ്ഞു ഏഷ്യൻ മേഖലയിലെ ഉൽപ്പാദനം കുറയുന്നു, അതനുസരിച്ച് കയറ്റുമതി അമേരിക്കയിലേക്ക് തന്നെ കുറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ സാധാരണക്കാർ തന്നെയാണ് എല്ലായിടത്തും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ജോലിയുള്ളവർക്ക് ജോലി പോകുമെന്ന ഭയം, ജോലി പോകുന്നില്ല തുടരുമെന്നുള്ളവർക്ക് ശമ്പളം കുറയുമോ എന്ന ഭീതി, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഏതായാലും ഇതൊക്കെ മനസ്സിലാക്കുന്നവർ ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചുകൊണ്ട് യുദ്ധമില്ലാത്ത സമാധാനത്തിൻ്റെ ദിനങ്ങൾ മാത്രം കടന്നു വരുന്ന സാഹചര്യത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സും അവസാനിപ്പിക്കുന്നത്. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arim Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara, Sharjah.